ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഗുരുതരമായ പ്രതിസന്ധികൾക്ക് പിന്നിലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബെറ്റിൻ്റെ തലവൻ റോണൻ ബാർ. ഇസ്രായേലിൻ്റെ ദുഷ്കരമായ നേതൃത്വമാണ് രഹസ്യാന്വേഷണ കാര്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ഇറാനെ നയിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ വളരെ ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഭരണകൂടത്തെ അഭിസംബോധന ചെയ്ത സന്ദേശത്തിൽ റോണൻ ബാർ എഴുതുന്നുണ്ട്. ഇറാൻ്റെ കൈ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഇറാനിൽ നിന്നും രാജ്യത്തിന് കടുത്ത പ്രതികൂല സാഹചര്യങ്ങളാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ ചാരവൃത്തി കേസുകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ബാറിൻ്റെ ഈ സന്ദേശം വന്നിരിക്കുന്നത്. ജനുവരിയിൽ ഇറാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസുകളിൽ 2023 അപേക്ഷിച്ച് 24-ൽ 400% വർധനവുണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷിൻബെറ്റ് സർവീസ് പിടിച്ച കേസുകളുടെ എണ്ണത്തിലാണ് ഈ വർധനവ്. ചാരവൃത്തി കേസുകളെക്കുറിച്ചുള്ള ഷിൻബെറ്റിൻ്റെ ജനുവരിയിലെ റിപ്പോർട്ടിനെ തുടർന്ന് ഇറാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന കുറ്റത്തിന് 2 ഇസ്രായേലി ആർമി റിസർവുകളായ യൂറി എലിയാസ്പോവ്, ജോർജി ആൻഡ്രിയേവ് എന്നിവരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ അയൺ ഡോം മിസൈൽ സംവിധാനത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഇവർ ഇറാനുമായി പങ്കുവച്ചതായും പറയുന്നു. ഇസ്രായേലിനെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ പട്ടിക ഇനിയും നീണ്ടുപോവുകയാണ്. 2023 ഒക്ടോബറിൽ ഹമാസ് പിടികൂടി ഗാസ മുനമ്പിലേക്ക് കൊണ്ടുപോയ 59 ഇസ്രയേലികൾ പലസ്തീൻ പ്രദേശത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണെന്നും ബാർ പറയുന്നു. ഗാസ ആസ്ഥാനമായുള്ള പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ഭാഗമായി അവരെ നശിപ്പിക്കുക എന്ന ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഫലം കണ്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേലിനുള്ളിൽ ഇറാനോടും ഹമാസിനോടും വർദ്ധിച്ചു വരുന്ന ഭയമാണ് ഇങ്ങനെ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവരാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നത് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്ക്, ലെബനോൺ, സിറിയ, ഗാസ എന്നിവയ്ക്കെതിരെ ഭരണകൂടം മാരകമായ ആക്രമണം അഴിച്ചുവിട്ട് തെറ്റാണെന്നും ബാർ പറയുന്നു. ഭരണകൂടത്തിൻ്റെ ഇൻ്റലിജൻസ് പരാജയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തിയതിനും നെതന്യാഹുവിനെ ബാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ പഴുതുകൾ കാരണമാണ് ഇസ്രയേലി താവളങ്ങൾ വളഞ്ഞ ശേഷം ബന്ദികളെ ഹമാസിനെ കെണിയിൽ കുരുക്കാനായത് എന്നും പറയുന്നു. തൻ്റെ ഭരണത്തിൽ സംഭവിച്ച ഈ പോരായ്മകൾ പുറത്തു വരുന്നത് തടയുന്നതിന് പകരം ഇസ്രായേൽ പ്രധാനമന്ത്രി തൻ്റെ ഭരണം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾക്ക് പുറകെയാണ് പോയതെന്നും അദ്ദേഹം ആരോപിച്ചു. നെതന്യാഹു തന്നെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ചാരമേധാവിയുടെ ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. ഇത് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ശേഷിക്കുന്ന സയനിസ്റ്റ് ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് നെതന്യാഹുവിൻ്റെ ഇടപെടൽ തടസ്സമായെന്നും ഷിൻബെറ്റ് മേധാവി കൂട്ടിച്ചേർത്തു. എന്നെ പുറത്താക്കിയ ചർച്ചകൾക്ക് ദോഷം ചെയ്തു. തടവുകാരുടെ മോചനത്തിന് നെതന്യാഹു ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഒരു കരാറിലെത്താതെ ചർച്ചകൾ നടത്തുക എന്നതായിരുന്നെന്നും ബാർ ആ എഴുത്തിലൂടെ പറയുന്നു. ബാറിനെ പിരിച്ചുവിടുന്നതിനുള്ള നിയമപരമായ കാരണം നെതന്യാഹു വ്യക്തമാക്കണമെന്ന് ഇസ്രായേലി അറ്റോർണി ജനറൽ ഗാലി ബെഹ്റവും മിയാരയും ആവശ്യപ്പെട്ടു. വ്യക്തിപരമായ മുൻഗണനകളെക്കാൾ ഭരണകൂടത്തിൻ്റെയും ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം പ്രധാനമന്ത്രി നേരിടുന്ന അഴിമതി കേസുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വെല്ലുവിളികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഗാസയിലെ സൈനിക ആക്രമണം നെതന്യാഹു ഉപയോഗിക്കുന്നതിനെ പ്രതിഷേധക്കാർ അപലപിച്ചതോടെ ആ രാജ്യത്ത് വീണ്ടും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്.